ഈ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാൽ അത് LDFനും ഗുണമാകും. കാരണം അവർക്കെതിരെ ഉയരാവുന്ന അധിക്ഷേപങ്ങളെ മുഴുവൻ രാഹുലിൻ്റെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പ്രതിരോധിക്കാൻ കഴിയും. ഇത് ശരിക്കും കോൺഗ്രസിനുള്ളിൽ ഒരു വിള്ളലുള്ളതുകൊണ്ടാണോ സംഭവിക്കുക? കോൺഗ്രസിൻ്റെ ഉള്ളിൽ വിള്ളലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ അകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഈ സ്ഥാനങ്ങളിലൊക്കെ എത്തിക്കുന്നതും ഷാഫി പറമ്പിൽ അല്ലേ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന ഈ യൂത്ത് ചേരി എന്ന് നമുക്ക് പറയാം. യൂത്ത് ചേരി അവരുടേതായ രീതിയിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തും എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാവശ്യവുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ആര് ക്രൂശിക്കുന്നത്? മാധ്യമങ്ങൾ ക്രൂശിക്കുന്നത്. മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഒരു തുടക്കം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അജണ്ടയോടുകൂടി മാധ്യമങ്ങൾ ഒരു തുടക്കമിടുന്നു. അവരിനി മറ്റ് നേതാക്കൾക്കെതിരെ നീങ്ങും. ഷാഫി പറമ്പിൽ, സിദ്ദിഖ്, പിന്നെ PK ഫിറോസ്, ഇപ്പോൾ ജലീൽ, ഇങ്ങനെ കുറേ പേരുകളും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഒരു മാധ്യമങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ ഇര മാത്രമാണ് താൻ എന്ന് വരുത്തത്തക്ക വിധത്തിലുള്ള പോസ്റ്റാണ് മാങ്കൂട്ടത്തിൽ ഇരുത്തിയിരുന്നത്. സതീശൻ, V.D. സതീശൻ സ്പീക്കർക്കൊരു കത്ത് കൊടുത്തിരുന്നതായിട്ട് സ്പീക്കർ N. ഷംസീർ ഇന്നലെ പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് പ്രതിപക്ഷത്ത് പ്രത്യേക ബ്ലോക്ക് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുത്തും എന്ന് ഷംസീർ പറഞ്ഞിരുന്നു. ഷംസീർ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേക ബ്ലോക്കായിട്ട് ഇരുത്തും എന്നുള്ളത്. അത് ഞാനും നേരത്തെ പറഞ്ഞിരുന്നതാണ് അതിൻ്റെ സംവിധാനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുപ്പിക്കില്ല കോൺഗ്രസിൻ്റെ എന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അംഗമല്ലാത്ത പോലെ മറ്റൊരു ഒരു ബ്ലോക്കായിട്ട്, പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കണം. ഇത് ഞാനിത് നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് അറിയാവുന്നതാണ്. അങ്ങനെ പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കും. കത്ത് കൊടുത്തിട്ടുണ്ട് സതീശൻ. മറ്റേ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഇല്ലേ, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേക ബ്ലോക്കായിട്ട് ഇരുത്തും എന്ന് ഷംസീർ പറഞ്ഞിരുന്നു. അപ്പോൾ ഷംസീറിന് എന്തോ ഒരു ധാരണ അതിനെ സംബന്ധിച്ചുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമായിരിക്കും എന്നുള്ളൊരു ധാരണ ഷംസീറിനുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടായത് ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന നിലപാട് ഇത്രയേ ഉള്ളൂ. കാരണം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അത് മൂന്നാമത്തെ കക്ഷികൾ നൽകിയ പരാതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വരാമെന്നുള്ള അവകാശവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നു. അപ്പോൾ സാറ് പറയുന്ന പോലെയാണെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ഒരു ഗുരുസ്ഥാനീയൻ V.D. സതീശൻ തന്നെയാണ്. ആ V.D. സതീശനെ ഇവരെല്ലാം കൂടെ തള്ളിപ്പറയുന്നു എന്നുകൂടിയാണ്. V.D. സതീശനെ അവർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PV അൻവർ മത്സരിക്കുമ്പോൾ നിലമ്പൂരിൽ PV അൻവറിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞിരുന്നു സതീശൻ തള്ളിപ്പറഞ്ഞതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ പോയി കണ്ടത് ആര് പറഞ്ഞിട്ടായിരിക്കും? ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. ഷാഫിയും അൻവറും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ട്. അതെ, പുറകിൽ വഴി ഒരു ബന്ധം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. അത് പക്ഷെ സതീശനോട് ചോദിക്കാതെ സതീശൻ്റെ അറിവില്ലാതെയാണ് ചെയ്തത് എന്നുള്ള ഫീലിംഗ് സതീശന് ഉണ്ടായി. എനിക്ക് തോന്നുന്നത് സതീശന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ സതീശനെ ധിക്കരിച്ച് ആണ് ഇവർ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള തോന്നലുണ്ടായി എന്നുള്ളതാണ് രാഷ്ട്രീയം കാണുമ്പോൾ തോന്നുന്നത്. ആ നീലബാഗിൻ്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ. പക്ഷെ സതീശൻ ഈ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ
ജയിപ്പിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും അല്ലേ, തൃക്കാക്കര ഇങ്ങനെ എല്ലായിടത്തും പോയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിച്ഛേദം ഏതാണ്ട് പൂർണ്ണമാണ് ഈ യൂത്ത് ബ്രിഗേഡും സതീശനും തമ്മിൽ. കാരണം വി ടി ബൽറാമിന് മറ്റേ BD ബീഹാർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ഒരു സംഗതി വന്നു. ബൽറാം മറ്റേ സോഷ്യൽ മീഡിയ അതിന്റെ തലപ്പത്ത് നിന്ന് പോയി. അപ്പൊ യൂത്ത് ബ്രിഗേഡ് മുമ്പ് ഇതിന്റെയൊക്കെ കൂടെ അല്ലേ ഹരിത MLA മാർ എന്നൊക്കെ പറഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് സതീശൻ മാറുകയാണ്. സതീശനും സുധാകരനുമായിട്ട് ചേർന്ന് പോയിരുന്നില്ല. സുധാകരനെ നീക്കിക്കളഞ്ഞു. ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് വന്നു. KPCC പുതിയ പ്രസിഡന്റ് സതീശന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനം സതീശൻ പറഞ്ഞിട്ട് സണ്ണി എടുത്തതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. സണ്ണി തന്നെ എടുത്തതല്ല, സതീശന്റെ ഇംഗിതം നടപ്പാക്കിയതാണ്. കാരണം ആ സൂചന സതീശൻ തലേന്നും പറഞ്ഞിരുന്നു, നിങ്ങൾ കണ്ടോ ആരും എടുക്കാത്ത തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. പക്ഷേ ഈ മറ്റേ ഭരണകക്ഷിക്ക് CPM-ന് എന്തു പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയിൽ നീങ്ങാൻ കഴിയുക? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് ബഹളം വെച്ചാൽ മതില്ല. കാരണം അയ്യപ്പ സംഗമത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ ഭരണപക്ഷം നേരിടേണ്ടി വരും. അതിനു മുമ്പ് ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ബഹളം വെച്ചു. കോൺഗ്രസിന്റെ ഭാഗത്ത് എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്, ഇതേ തരം ആരോപണങ്ങൾ നേരിട്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് വിൻസെന്റ് അല്ലേ ഉണ്ട്. മറുവശത്ത് മുകേഷ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഗണേശിനെയും ആ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ ഇതത്ര ശോഭിക്കില്ല. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലും ബോധമൊക്കെ ഇവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ അറിയാത്ത കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. VD സതീശിനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പിന് അറിയാത്ത കാര്യം ആ രീതിയിലേക്ക് മാറാണ്. കാരണം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും അറിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം അപ്പോൾ സതീശൻ തന്നെ കോൺഗ്രസിന്റെ അകത്ത് സതീശന്റെ തന്നെ ഒരു സ്ഥാനത്തിന് ആ ഗ്രൂപ്പിന് ഒരു കുഴപ്പം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. പല നേതാക്കളും അറിഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ഭാഗത്തും ആരോപണ വിധേയരായ ആളുകളുണ്ട്. ഇനി നമ്മൾ മാറി നിൽക്കേണ്ടതില്ല. അപ്പം ഇനി മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിയാതെ ഇറങ്ങും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഷാഫി പറമ്പിലിൻ്റെ തീരുമാനം അതാണ്. ഷാഫി പറമ്പിൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചാണ് നിന്നത് ഇതിലുടനീളം. കാരണം ഒരു കേസ് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്തതാണ് ഷാഫി പറമ്പിൽ വടകരയിലും ഇല്ലേ ഒരു പ്രകടനം നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിയാതെ പ്രത്യക്ഷപ്പെടും. ഒരു കേസ് എടുക്കാനായിട്ടും രാഹുലിനെ പൂട്ടാനും CPM നോക്കിയതാണ്. പക്ഷെ അതിൻ്റെ മുമ്പിൽ മൊഴി കൊടുക്കാനായിട്ട് ഈ ഇരകൾ എന്ന് പറയപ്പെടുന്ന ആരും വന്നിട്ടില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നം അതിനുള്ളിൽ വലിയ തർക്കങ്ങളായിട്ട് നീങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിനെ അതിജീവിക്കാൻ അവർക്ക് പാർട്ടിക്ക് കഴിയുക? കോൺഗ്രസ് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാജിവെക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചതാണ്. ആ രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ സതീശനും ഉണ്ട്. ഒരാളെ MLA സ്ഥാനം രാജിവെക്കുന്നില്ല എങ്കിൽ അയാളെ MLA-യുടെ ജോലി ചെയ്യണമല്ലോ. രാജിവെച്ചിരുന്നെങ്കിൽ ഒരു ധാർമ്മികമായ പൊസിഷൻ ഉണ്ടാവുമായിരുന്നു. കാരണം PT ചാക്കോയുടെ ഒക്കെ കാര്യം നമ്മൾ നേരത്തെ പറയുന്നതാണ്. പക്ഷെ ആ ഒരു ധാർമ്മിക പൊസിഷൻ ഉയർത്തി കാണിക്കാനായിട്ട് കോൺഗ്രസിന് പറ്റിയില്ല. രാജിവെച്ചിരുന്നെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഹരിയാന. സൈനി അവിടുത്തെ മുഖ്യമന്ത്രി ഖട്ടർ രാജിവെച്ച കർണാൽ മണ്ഡലത്തിൽ മത്സരിച്ചാണ് 7-8 മാസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
മത്സരിച്ച് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ്, അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ നേരിടാനായിട്ട് കോൺഗ്രസിന് മനസ്സുണ്ടായിരുന്നില്ല, തോൽക്കും എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സതീശൻ്റെ ഒരു പൊസിഷൻ, സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ഉള്ള സതീശനും പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള സതീശനും രണ്ട് തരത്തിലുള്ള വ്യക്തികളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സതീശൻ്റെ നില ദുർബലമാവുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.